ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ തെക്കേ മങ്കുഴി 17-ാം വാർഡിലെ തയ്യിൽത്തറ ജംഗ്ഷനിൽ നിന്നും വാതല്ലൂർ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെയും മങ്കുഴി സൗത്ത് LP സ്കൂളിന് കിഴക്കോട്ടുള്ള റോഡിന്റെയും ശോച്യാവസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. BJP ചെട്ടികുളങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറി B. അജിത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ തെക്കേ മങ്കുഴി 17-ാം വാർഡിലെ തയ്യിൽത്തറ ജംഗ്ഷനിൽ നിന്നും വാതല്ലൂർ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെയും മങ്കുഴി സൗത്ത് LP സ്കൂളിന് കിഴക്കോട്ടുള്ള റോഡിന്റെയും ശോച്യാവസ്ഥയ്ക്കെതിരെ BJP തെക്കേ മങ്കുഴി 17-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തികച്ചും പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് A ക്ലാസ് പഞ്ചായത്താണ്. ഏകദേശം 30-40 ലക്ഷം രൂപ ഒരു ദിവസം ഒരു വർഷം പഞ്ചായത്തിന് വാർഡിൽ ചിലവാക്കാൻ സാധിക്കും. അങ്ങനെ 5 വർഷം ചിലവാക്കിയപ്പോൾ ഏകദേശം 2 കോടി രൂപ ഈ വാർഡിനു വേണ്ടി പഞ്ചായത്ത് മെമ്പറിലൂടെ ചിലവാക്കാൻ ഇവിടെ സാധിക്കുമായിരുന്നു. 2 കോടി രൂപ പോയിട്ട് 20 ലക്ഷം രൂപ പോലും ഈ വാർഡിനു വേണ്ടി തനത് ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടില്ല. ഈ നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തത്, നമ്മുടെ നികുതി ഇനത്തിൽ കിട്ടിയ ടാക്സ്, അതുപോലെ ഹരിത കർമ്മസേനയിലൂടെ വാങ്ങിക്കുന്നത്, ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇത്രയും വലിയൊരു ഫണ്ട്, A ക്ലാസ് ഫണ്ടാണ് ഭരണിക്കാവ് പഞ്ചായത്തിനുള്ളത്. ഈ ഫണ്ട് വേണ്ട വിധം വിനിയോഗിച്ചു എങ്കിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ ഒരു വെള്ളക്കെട്ടും ഉണ്ടാകില്ല. ഈ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതിക്കാണ്. ആ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഈ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷത്തിനും തത്തുല്യമായ പങ്കുണ്ട്. ക്ഷേത്രം വഴിയുള്ള ഈ റോഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തോടിന് സമാനമായി കിടക്കുകയാണ്. അനവധി കുട്ടികളും പ്രായമായ ഒരുപാട് ആൾക്കാരും കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരും വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. നിത്യേന ബൈക്കിന് 2 വീലർ അപകടങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നിരവധി തവണ ഈ പ്രദേശവാസികൾ അധികൃതരെ ഈ വിവരം അറിയിച്ചിട്ടും അതൊരു വെറും ചിറ്റമ്പ നയമാണ് ഈ ഭാഗത്തോട് ഇവിടുത്തെ അധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടനടി പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി 17-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടി ആരംഭിക്കുകയാണ്. അതിൻ്റെ സൂചനയായിട്ടാണ് ഇന്ന് ഈ മേഖലയുടെ BJP പ്രവർത്തകർ, ഏരിയയിലെ ഈ വാർഡിലെ BJP പ്രവർത്തകർ ഇവിടെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുവാൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുകയാണ്. BJP ചെട്ടികുളങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറി B. അജിത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. മെയിൻ റോഡിലേക്ക് പോകുവാൻ വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്നതും ഈ റോഡുകളെയാണ്. ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. എത്രയും വേഗം തന്നെ റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നും അല്ലാത്ത പക്ഷം BJP പ്രതിഷേധ സമരമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് കമ്മിറ്റി അറിയിച്ചു. ഭരണിക്കാവ് ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയന്ത്, ഭരണിക്കാവ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഗോപികൃഷ്ണൻ, യുവമോർച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സിദ്ധാർത്ഥ് മങ്കുഴി, ഭരണിക്കാവ് ഏരിയ കമ്മിറ്റി മെമ്പർമാരായ അഞ്ജു കൃഷ്ണൻ, സതീഷ്, BJP 17-ാം വാർഡ് കൺവീനർമാരായ രാധാകൃഷ്ണപിള്ള, ശ്രീകുമാർ മങ്കുഴി, 166-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് B. ഹരികുമാർ, 167-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് പത്മാഷിയമ്മ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കറ്റാനം.